الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. ഉഹദ് യുദ്ധത്തിലെ ഒന്നാമത്തെ ഷഹീദ് 9 പെൺമക്കളുടെ ഉപ്പയാണ്. അബ്ദുല്ലാഹ് ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ. ഉഹദിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മകൻ ജാബിറിനോട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, ഈ യുദ്ധത്തിൽ ഉപ്പ ഷഹീദാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിന്റെ സഹോദരിമാരുടെ കാര്യം, എന്റെ 9 പെങ്ങന്മാരുടെ കാര്യം, ഉപ്പായുടെ കടത്തിന്റെ കാര്യം, ഇത് രണ്ടും നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് പുറപ്പെട്ടു, ഷഹീദായി. പിന്നീട് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കുന്നത് ഒരു വിധവയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, തസവ്വജ്ത യാ ജാബിർ, ജാബിർ നിങ്ങൾ കല്യാണം കഴിച്ചോ? ജാബിർ റളിയല്ലാഹു അൻഹു നബിയെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ബിക്റൻ അം സയ്യിബ, ഒരു കന്യകയാണോ നീ കല്യാണം കഴിച്ചത്, അതല്ല ഒരു വിധവയെയാണോ കെട്ടിയിട്ടുള്ളത്? അപ്പൊ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഒരു വിധവയെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫഹല്ലാ ജാരിയതൻ തുലാഇബുഹാ വതുലാഇബുക, ജാബിർ നിനക്കൊരു കന്യകയെ കല്യാണം കഴിക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് കളിക്കാൻ, വതുദാഹികുഹാ വതുദാഹികുക, ഒരുമിച്ചിരുന്ന് ചിരിക്കാൻ ഒരു കന്യകയെ കല്യാണം കഴിക്കുന്നതായിരുന്നില്ലേ നല്ലത്? വിധവയെ കെട്ടുന്നതിനേക്കാളും അതായിരുന്നില്ലേ വേണ്ടത്? അപ്പൊ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വാപ്പ മരിക്കുന്ന സമയത്ത് 9 പെൺമക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ അവരെ നോക്കാൻ ഒരു പക്വതയും പാകതയും എത്തിയ ഒരു പെണ്ണ് വേണം എന്ന നിലക്കാണ് ഞാനൊരു വിധവയെ കെട്ടിയത്. ഒരു കന്യക വന്നാല് എന്റെ പെങ്ങന്മാർ അതേ പ്രായത്തിലുള്ള ആളാകുമ്പോ അവരുടെ കാര്യം വല്ലാതെ ശ്രദ്ധിക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ബാറക്കല്ലാഹു ലക്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച ആ ചോദ്യം
അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് രസിക്കാനും ചിരിക്കാനും സന്തോഷം പങ്കുവെക്കാനും അതല്ലായിരുന്നോ കൂടുതൽ നല്ലത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷങ്ങൾ പങ്കുവെക്കാനും സങ്കടങ്ങൾ പകുത്തു കൊടുക്കാനുള്ളതാണ് ദാമ്പത്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രണയവും സ്നേഹവും കാരുണ്യവും നമുക്കിടയിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതല്ല കല്യാണം കഴിഞ്ഞതോടുകൂടി എല്ലാ സന്തോഷവും തീർന്നു, അതോടുകൂടി ഞാൻ കുടുങ്ങിപ്പോയി എന്നാണോ നമുക്ക് നമ്മുടെ വൈവാഹിക ജീവിതത്തെ പറ്റിയിട്ട് തോന്നുന്നത്. ഒന്നായിട്ട് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി നമ്മൾ നമ്മുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ അതിന് വല്ലാത്തൊരു സന്തോഷവും ആനന്ദവും സംതൃപ്തിയും ഉണ്ട്. ഒരേ മേൽക്കൂരക്ക് കീഴിൽ നമ്മൾ അന്തി ഉറങ്ങുമ്പോഴും മനസ്സുകൾക്കിടയിൽ മതിലുകൾ തീർത്ത് നമ്മൾ രണ്ടായിട്ടാണ് കഴിയുന്നത് എങ്കിൽ ആ കുടുംബജീവിതത്തിന് കയ്പും കണ്ണീരും സങ്കടവും ഭയങ്കര വേദനയും ആയിരിക്കും. അപ്പൊ കുടുംബജീവിതം നല്ല നിലക്ക് നയിക്കാൻ കഴിയുകയാണെങ്കിൽ ആ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷവും സംതൃപ്തി ഉണ്ടാകും. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അയാൾ അനുഭവിക്കുന്ന ദുഃഖവും ഒറ്റപ്പെടലും വളരെ ഭീകരവുമായിരിക്കും. ശരിക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും വലിയ കൗതുകങ്ങളിൽ ഒന്നാണ് ദമ്പതിമാരെന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് ജീവിതം പങ്കിട്ട് ഇണകളായിട്ട് ജീവിക്കുന്നതിനെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് ആയത്ത് എന്നാണ്. അള്ളാഹുവിന്റെ ആയത്താണത്. അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത്. സൂറത്തു റൂമിൽ 20-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു എണ്ണി പറയുന്ന കുറെ അത്ഭുതങ്ങളുണ്ട്. ആകാശവും ഭൂമിയും അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. ഇപ്പൊ മനുഷ്യരെ അള്ളാഹു പല ദേശക്കാരായിട്ട് സൃഷ്ടിച്ചു, പല ഭാഷകൾ സംസാരിക്കുന്നവരായിട്ട് സൃഷ്ടിച്ചു. അത് അള്ളാഹുവിന്റെ ആയത്താണ്. രാവും പകലും മാറി മാറി വരുന്നു. അത് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരാണിനെയും ഒരു പെണ്ണിനെയും അള്ളാഹു ഇണകളായിട്ട് സൃഷ്ടിച്ചു എന്നത്. സൂറത്തു റൂമിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ തന്നിരിക്കുന്നു. എന്തിനാണത്? നിങ്ങൾ അവരിൽ സമാധാനം കണ്ടെത്താനാണ്, നിങ്ങൾക്ക് സ്നേഹം പങ്കുവെക്കാനാണ്, പരസ്പരം പ്രണയിക്കുവാനാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. തീർച്ചയായിട്ടും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ സ്നേഹവും ആ കാരുണ്യവും ആ പ്രണയവും നമ്മുടെ ദാമ്പത്യത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയും എത്ര മനോഹരമായിട്ടാണ് അവരുടെ കുടുംബജീവിതം നയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു യാത്രയിലാണ്. യാത്രക്കിടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, തഖദ്ദമു തഖദ്ദമു, നിങ്ങള് മുന്നിൽ നടന്നോളുക. ആയിഷ ബീവി നബിന്റെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ യാത്ര പോകുമ്പോഴും നറുക്കിട്ടിരുന്നു. ആ നറുക്ക് വീണ ഭാര്യയെയും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെട്ടിരുന്നത്. ആ യാത്രയിൽ നബിന്റെ കൂടെ ഉള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുള്ള അനുചരന്മാരൊക്കെ പറഞ്ഞയച്ചിട്ട് ആയിഷ ബീവിനോട് പറയുന്നുണ്ട്, നമുക്കൊന്ന് ഓട്ട മത്സരം നടത്താം. അന്ന് ആയിഷ ബീവി ചെറിയ പെണ്ണാണ്, വലിയ തടിയൊന്നുമില്ല. ഓടി ആയിഷ ബീവി ജയിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോറ്റു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം നബി വേറൊരു യാത്രയിലാണ്. ആ യാത്രക്കിടയിലും സഹാബിമാരെ പറഞ്ഞയച്ചിട്ട് ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്നത്, നബി എപ്പോ എങ്ങനെ ഞങ്ങളെ കൂടെ ഓടുക? കാരണം നമ്മളെ തടിയൊക്കെ കൂടിയിട്ടുണ്ട്, ഇപ്പൊ നിങ്ങളെ കൂടെ ഓടാൻ കഴിയൂല. അപ്പൊ അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഓടിയേ പറ്റൂ. ആയിഷ ബീവി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി. അന്ന് നബിയാണ് ജയിച്ചത്. അന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹാദിഹി ബിതിൽക സബ്ക. ആയിഷ, അന്ന് തോറ്റതിനുള്ള പകരമാണിത്. അപ്പൊ പ്രിയപ്പെട്ടവരുടെ കൂടെ ഓട്ടമത്സരം നടത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട്. ആയിഷ ബീവി
ഇറച്ചി കഴിക്കുമ്പോ ആയിഷ ബീവി കടിച്ചിട്ട് ആ ഇറച്ചി കഴിക്കുന്ന അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കുന്ന നബിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിലും നമുക്ക് മാതൃകയുണ്ട്. ആയിഷ ബീവി പാല് കുടിക്കുമ്പോ ആയിഷ ബീവി എവിടെയാണോ ചുണ്ടുവെച്ചത് അവിടെ ചുണ്ടുവെച്ചിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് കുടിച്ചത്. ചില സമയത്തൊന്നും ആയിഷ ബീവിയെ ആയിഷത്തു എന്ന് കംപ്ലീറ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നില്ല. യാ ആയിഷു എന്നാണ് നബി വിളിച്ചിരുന്നത്. ആ വിളിയിലുള്ള സ്നേഹം നമ്മൾ ഓർക്കുക. യാ ഹുമൈറ, ചുവന്ന സുന്ദരി എന്ന ആയിഷ ബീവിയെ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്നു. നമുക്ക് നമ്മളെ പെണ്ണുങ്ങളെ വിളിക്കാൻ അങ്ങനത്തെ ഒരു ഓമന പേരുണ്ടോ? നമ്മളെ പെണ്ണുങ്ങളെ നമ്മളെ വിളിക്കുന്ന ഒരു ഓമന പേരുണ്ടോ? അതൊക്കെ കേൾക്കുമ്പോ ചില ആൾക്കാർക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ ഇപ്പൊ ഇനി ഓമനപ്പേര് വിളിക്കാൻ നിൽക്കുകയാണോ? നബിന്റെ പ്രായം എത്രയാണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചപ്പോഴാണ്. നബി ആയതിനു ശേഷമല്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. നബി ആയത് തന്നെ 40-ാമത്തെ വയസ്സിലാണ്. അതിനുശേഷം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ ആ നബിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിലും കാണണം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആയിഷ ബീവിനെ പറ്റിയിട്ട് വിമർശകർ എന്തൊക്കെ പറയലുണ്ട്. നിങ്ങളെ നബി എന്തൊരു നബിയാണ്, 6-ാമത്തെ വയസ്സിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, 9-ാമത്തെ വയസ്സായപ്പോ ആ പെണ്ണിന്റെ കൂടെ വീട് കൂടി, നിങ്ങളെ നബി വല്ലാത്തൊരു നബിയാണ്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മുടെ ഉമ്മ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് മോശമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നബിയും ആയിഷ ബീവിയും ഉള്ള കുടുംബ ജീവിതം ഒരിക്കലെങ്കിലും ആയിഷ ബീവി ഒരു സങ്കടത്തോടു കൂടി ഓർത്തിട്ടുണ്ടോ? അപ്പൊ ആ വിമർശകർ വായിക്കേണ്ടത് ആയിഷ ബീവിയുടെയും അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മനോഹരമായ ദാമ്പത്യമാണ്. ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ഉള്ളത് കൊണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നമ്മുടെ ഉമ്മയുടെയും ജീവിതം ഉഷാറായത്. 2 മാസത്തിൽ ഒരിക്കലാണ് ഞങ്ങളുടെ അടുപ്പിൽ തീ പുകഞ്ഞിരുന്നതെന്നാണ് ആയിഷ ബീവി പറഞ്ഞത്. പച്ചവെള്ളവും കാരക്കയും മാത്രം കഴിച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. നബി വലിയ സമ്പന്നനായിരുന്നില്ലല്ലോ. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിരുന്ന പരുപരുക്കൻ ഈത്തപ്പന ഓലയിൽ നിന്ന് നബി എഴുന്നേൽക്കുമ്പോ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് പാട് വീണിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയുടെ ചുറ്റുമാണ് നമ്മുടെ ഉമ്മമാരുടെ മുറികൾ ഉണ്ടായിരുന്നത്. സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, മദീനയിൽ വരുന്ന ആളുകൾക്ക് ഉത്ബോധനമായിട്ട് ഇന്നും ആ അറകൾ അവിടെ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ അത് തന്നെ മതിയാകുന്നാണ്. കാരണം ലോകത്തിന്റെ ലീഡർ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച അറകളാണത്. എത്ര ലളിതമായിട്ടാണ് നബി ഈ ദുനിയാവിൽ ജീവിച്ചത് എന്ന് ബോധ്യപ്പെടാൻ മദീനയിൽ വരുന്ന ആൾക്കാർക്ക് ആ അറകൾ കണ്ടാൽ തന്നെ മതിയാകും. അവർക്കൊരു ഉത്ബോധനമായിട്ട് അത് തന്നെ മതിയാകുമെന്നാണ് സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ ദീനാറുകളും ദിർഹമുകളും കൂമ്പാരമായിട്ട് കൂട്ടിയിട്ടത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം വിജയിച്ചത്. സുഖ സൗകര്യങ്ങൾ ഉണ്ടായത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അവർക്ക് ദീൻ ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ബോധം ഉണ്ടായിരുന്നു, പടച്ചവനിൽ പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോ ഫദ്ഫർ ബിദാത്തി ദീൻ, നിങ്ങൾ ദീന് പരിഗണിക്കണം. ഇനി കല്യാണം കഴിക്കാനുള്ള ചെറുപ്പക്കാരോട്, അവരുടെ ഉപ്പമാരോട് ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ദീനില്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദീനുണ്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ പുതിയ കാലത്തൊരു ട്രെൻഡാണ്, ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട, ഞങ്ങൾക്കൊരു ജോലി ആവട്ടെ. 26, 27, 28, 30 വയസ്സായ പെൺകുട്ടികൾ പറയാണ്, ഞങ്ങൾക്ക് കല്യാണം വേണ്ട, ഞങ്ങൾക്ക് ഫ്രീഡം വേണം, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കണം. കല്യാണമായി കഴിഞ്ഞാല് പിന്നെ ഭർത്താവിന്റെ കാലിന്റെ ചോട്ടില് ഓന്റെ ഒരു അടിമയായിട്ട് നമ്മളിങ്ങനെ കഴിയണം. അതുകൊണ്ട് നമുക്ക് കല്യാണം ഒന്നും വേണ്ട, നമ്മളിങ്ങനെ ഒറ്റത്തടിയായിട്ട് നടന്നോളാം, നമ്മളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ആരും വരണ്ടാന്നാണ്. ഒന്ന്, നമ്മളെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകൾക്ക് അതിൽ വലിയ സ്വാധീനമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട്. ഞാനും നിങ്ങളും ഒക്കെ നയിക്കുന്ന ദാമ്പത്യ ജീവിതം നമ്മുടെ മക്കൾക്ക് മാതൃകയാണോ എന്ന് നമ്മൾ ആലോചിക്കണം. വാപ്പാന്റെ ഉമ്മാന്റെ കുടുംബജീവിതം കണ്ടിട്ട് ഒരു മകൾക്ക് തോന്നണം എനിക്കും പെണ്ണ് കെട്ടണം, ഒരു മകൾക്ക് തോന്നണം എനിക്കും കല്യാണം കഴിക്കണം. നമ്മുടെ ദാമ്പത്യം കണ്ടിട്ട്, നമ്മുടെ കുടുംബജീവിതം കണ്ടിട്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ തോന്നുമോ? അങ്ങനത്തെ ഒരു സ്നേഹവും ഒത്തൊരുമയും നമുക്കിടയിലുണ്ടോ? വാപ്പയും ഉമ്മയും പരസ്പരം കടിച്ചു കീറുന്ന പാമ്പും കീരിയാണ് എങ്കിൽ ആ കുട്ടികൾ പറയും ഞങ്ങൾക്ക് കല്യാണം വേണ്ട. അപ്പൊ നമ്മൾ ആദ്യം മാതൃക കാണിച്ചു കൊടുക്കുക. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക കുടുംബജീവിതം നന്നാകാൻ. കുടുംബജീവിതത്തിൽ നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എങ്കിൽ
എത്ര വലിയ അപകടമാണെന്ന് ആലോചിച്ചു നിങ്ങൾ. ഒരേ കണ്ട് കേറിയാല് നമ്മളെ സന്തോഷം നഷ്ടപ്പെടുന്നു, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു, ഒരു ആശ്വാസവും ഒരു ശാന്തിയും ആ കുടുംബത്തിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ, വാപ്പയും ഉമ്മയും പരസ്പരം തെറ്റി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ വളരുന്ന കുട്ടിയുടെ മനസ്സെന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ ആ കുടുംബജീവിതം ഏറ്റവും നല്ല നിലക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ആ പ്രാർത്ഥന നമ്മുടെ ലൈഫിൽ നമ്മൾ തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വാതിലുകൾ അള്ളാഹു ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നമ്മുടെ മുമ്പിൽ തുറന്നു തരും. എല്ലാ വാതിലുകളും അടഞ്ഞവരുടെ മുമ്പിലുള്ള പ്രതീക്ഷയാണ് പ്രാർത്ഥന എന്നുള്ളത്. ഖുർആനിൽ അള്ളാഹു എത്ര നബിമാരുടെ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാ അതൊക്കെ പറഞ്ഞു തന്നത്? നിങ്ങൾ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയൂ, അള്ളാഹു നിങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുക്കും. നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നാട്ടുകാരോട് മുഴുവൻ നമ്മൾ നമ്മുടെ സങ്കടവും ദുഃഖവും വിഷമവും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനോട് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മളൊക്കെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ, അത് കൗൺസിലറിന് മുമ്പ് പോയിരുന്നിട്ട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകും, നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകും, കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാകും. അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. നാട്ടുകാർ മുഴുവൻ നമ്മുടെ ലൈഫ് നന്നാക്കണം എന്ന് വിചാരിച്ചു, അള്ളാഹു വിചാരിച്ചിട്ടില്ലെങ്കിൽ നടക്കുമോ? നമ്മുടെ കുടുംബക്കാര് മുഴുവൻ നമ്മുടെ കുടുംബജീവിതം ഉഷാറാക്കണം എന്ന് കരുതി, അള്ളാഹു കരുതിയിട്ടില്ല എങ്കിൽ അത് നടക്കുമോ? അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അത് പറ്റുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅലം അന്നൽ ഉമ്മത ലബിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഇബ്നു അബ്ബാസ്, ജനങ്ങൾ മുഴുവൻ നിനക്കൊരു നന്മ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ നന്മ നിനക്ക് വേണ്ടി അള്ളാഹു എഴുതി വെച്ചിട്ടില്ല എങ്കിൽ അവർക്കത് ചെയ്യാൻ കഴിയൂല. ഇനി ജനങ്ങൾ മുഴുവൻ നിന്നെ ഉപദ്രവിക്കണം എന്ന് തീരുമാനിച്ചു, അള്ളാഹു ആ ഉപദ്രവം നിന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല എങ്കിൽ അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. അത് നമ്മുടെ അഖീദയല്ലേ, നമ്മുടെ വിശ്വാസമല്ലേ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം നമ്മുടെ റബ്ബിനോട് പറയണം, അള്ളാഹുവിനോട് പറയണം. പിന്നെ കുടുംബജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു അടിസ്ഥാനം എന്താന്ന് വെച്ചാല്, ഇത് ദുനിയാവാണ്. ഇവിടെ നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കൂല. നമ്മള് മനസ്സിൽ സ്വപ്നം കണ്ട് നടന്ന ഒരു പങ്കാളിയെ ആയിരിക്കൂല നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ വിചാരിച്ചതൊക്കെ നടക്കാൻ ഇത് സ്വർഗമല്ലല്ലോ, ഇത് ദുനിയാവാണ്. ഇവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പോരായ്മകൾ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞ ആ പ്രയോഗം തന്നെ നമ്മൾ ആലോചിക്കുക. മിൻ അംഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. നമ്മളെ പെണ്ണുങ്ങള് മനുഷ്യനാണ്, നമ്മള് മനുഷ്യരാണ്, നമ്മളാരും മലക്കുകളല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരും മലക്കുകളല്ല. നമുക്ക് പോരായ്മകൾ ഉള്ളതുപോലെ, നമുക്ക് കുറ്റങ്ങളും കുറവുകളും ഉള്ളതുപോലെ അവർക്കും കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഉണ്ടാകും. ആ കുറ്റങ്ങളും കുറവുകളും മറച്ചു പിടിച്ച് അവരുടെ നന്മകൾ കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ നമ്മുടെ ദാമ്പത്യം വിജയിക്കും. അപ്പൊ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ അപ്പുറത്തുണ്ടാകും. ഇവിടെ നമ്മളൊരു നെഗറ്റീവ് കാണുമ്പോ അപ്പുറത്തൊരു 100 പോസിറ്റീവ് അവർക്കുണ്ടാകും. ആ നെഗറ്റീവുകൾ മാത്രം ചകഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം അവരുടെ ഗുണങ്ങളും അവരുടെ നന്മകളും അവരുടെ പോസിറ്റീവുകളും കാണാൻ നമ്മൾ ശ്രമിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രഹസ്യമായിട്ടാണ് മക്ക വിജയത്തിലേക്കുള്ള സൈനിക നീക്കം നടത്തുന്നത്. വളരെ സ്വകാര്യമായിട്ട് മക്കാരെ ഒന്നും ഒരു വിവരം അറിയിക്കാതെ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ആ സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാൾ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു നബിന്റെ ഈ സ്വകാര്യ വിവരം മക്കക്കാർക്ക് ഒരു കത്തിൽ എഴുതിയിട്ട് അയക്കുകയാണ്. ഒരു രാഷ്ട്രത്തോട് കാണിക്കുന്ന വഞ്ചന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബിമാരെയോടും കാണിക്കുന്ന വഞ്ചന. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആ വിവരം ചോർത്തിയിട്ട് അതൊരു കത്തിൽ എഴുതിയിട്ട് ഒരു പെണ്ണിന്റെ കയ്യിൽ കൊടുത്തയച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 ആകാശങ്ങൾക്ക് അപ്പുറത്തുനിന്ന് വഹി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അലി റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, റൗളത്ത് ഖാവി എന്ന സ്ഥലത്ത് മദീനയിൽ നിന്ന് 12 മൈലുകൾ അപ്പുറത്താൻ ഒരു ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് നിങ്ങൾ പിടിച്ചു കൊണ്ടുവരണം. സഹാബിമാർ പുറപ്പെട്ടു. അവര് റൗളത്ത് ഖായിലെത്തി ഒട്ടകക്കട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണിനെ കണ്ടു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു സംഘവും പറഞ്ഞു, അഖ്രിജി കിതാബക്, നീ ആ എഴുത്ത് ഞങ്ങൾക്ക് തരണം. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിന്റെ അടുത്ത് എഴുത്തൊന്നുമില്ല. പറഞ്ഞു, എഴുത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഒന്നുകിൽ നീ ആ എഴുത്ത് മര്യാദക്ക് പുറത്തെടുക്കുക, അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങൾ വരെ അഴിച്ചു മാറ്റിയിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അവസാനം നിവർത്തില്ലാതെ ആ പെണ്ണ് അവളുടെ മുടിക്കെട്ടിൽ നിന്ന് ആ കത്ത് എടുത്തു കൊടുത്തു. ആ കത്തുമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ നബിന്റെ അരികിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കത്ത് വായിക്കാൻ പറഞ്ഞു. മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയിൽ നിന്നുള്ള കത്താണിത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളിലേക്ക് ഹാത്തിബ് എഴുതിയ കത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്വകാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സൈനിക നീക്കമാണ് ഹാത്തിബ് ആ കത്തിലൂടെ ചോർത്തി കൊടുത്തിട്ടുള്ളത്. കത്തിങ്ങനെ വായിച്ചിട്ട് അത്ഭുതത്തോടു കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാ ഹാദാ യാ ഹാത്തിബ്, ഹാത്തിബ് ഇത് എന്താണ്? കാരണം ഒരു രാഷ്ട്രത്തെയാണ് ഹാത്തിബ് വഞ്ചിച്ചിട്ടുള്ളത്. ഒരു നേതാവിന്റെ സ്വകാര്യമാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ചോർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലാ തഅജൽ അലയ്യ, നിങ്ങൾ എന്റെ മേൽ പെട്ടെന്നൊരു നടപടി സ്വീകരിക്കരുത്. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുള്ള ദേഷ്യം കാരണമല്ല ഞാൻ ആ കത്ത് എഴുതിയത്. ഞാൻ കാഫിറായിട്ടില്ല, ഞാൻ മുസ്ലിം തന്നെയാണ്. അള്ളാഹുനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മക്കയിൽ എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ സമ്പത്തുണ്ട്. നമ്മളൊരു സൈനിക നീക്കം നടത്തുമ്പോ എന്റെ കുടുംബക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ എഴുതിപ്പോയത് റസൂലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാത്തിബ് നിങ്ങളോട് പറഞ്ഞത് സത്യാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ രോഷാകുലനായിട്ട് പ്രതികരിക്കാൻ, അള്ളാഹുന്റെ റസൂൽ ആ മനുഷ്യനെ ഇങ്ങോട്ട് വിട്ടേരി, ആ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ എടുക്കാം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ തിരുത്താണ്. യാ ഉമർ വമാ യുദ്രീക്, ഉമർ നിനക്കെന്തറിയാം, ഇന്നഹു ഖദ് ശഹിദ ബദറ, ഹാത്തിബ് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ബദറിൽ പങ്കെടുത്തവരെ നോക്കിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടില്ലേ, യഅ്മലു മാ ശിഅ്തും ഖദ് ഗഫറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ടെന്ന്. ഹാത്തിബ് ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു അടിസ്ഥാനം എന്താണെന്നറിയോ? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ചെയ്ത വലിയൊരു അപരാധം, ഹാത്തിബ് ചെയ്ത വലിയൊരു നന്മ കൊണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറക്കുകയാണ്. നബി അത് പുറത്തു കൊടുക്കുകയാണ്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട വലിയൊരു ക്വാളിറ്റിയാണ്. അത് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ, നമ്മുടെ മക്കളോടുള്ള ഇടപാടുകളിൽ, നമ്മുടെ ആദർശ ബന്ധങ്ങളിൽ, നമ്മുടെ കൂടെ കഴിയുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ പല വീഴ്ചകളുണ്ടാകും. ഒരു മനുഷ്യന്മാരാണല്ലോ. പക്ഷേ അവര് ചെയ്ത ഒരുപാട് നന്മകൾ ഉണ്ടാകും. ആ നന്മകൾ കണ്ടിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകൾ പുറത്തു കൊടുക്കാനും വിട്ടുകൊടുക്കാനും നമുക്ക് കഴിയണം. ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് ദാമ്പത്യത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഖുർആന്റെ ഉപമ നോക്കുക നമ്മൾ. ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ, അവർ നിങ്ങൾക്ക് വസ്ത്രാണ്, നിങ്ങൾ അവർക്ക് വസ്ത്രാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് അവന്റെ കുപ്പായാണ്. ആ കുപ്പായമാണ്, ആ വസ്ത്രമാണ് നിങ്ങൾ പരസ്പരം എന്നാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നത്, അഭയം നൽകുന്നത് നമ്മൾ ധരിച്ച കുപ്പായാണ്. നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് ആ കുപ്പായമാണ്. അപ്പൊ പരസ്പരം ഒരുമിച്ച് കുപ്പായങ്ങളാകാൻ, വസ്ത്രങ്ങളാകാൻ നമുക്ക് കഴിയണം. അങ്ങനെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ,
അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. കുറച്ചു മുമ്പ് 3 മക്കളുടെ ഉമ്മ, ഒരു സഹോദരി, അവര് വിളിച്ചിരുന്നു. അപ്പൊ അവരുടെ ഒരു പ്രശ്നം, അവരവരുടെ വേദന പങ്കുവെക്കുകയാണ്. എനിക്ക് 3 കുട്ടികളാണ്. പുതിയാപ്പിളക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പക്ഷെ കുടുംബത്തിന്റെ കാര്യം മൂപ്പര് തീരെ ശ്രദ്ധിക്കാറില്ല. എനിക്കും എന്റെ മക്കൾക്കുള്ള ചെലവ് മര്യാദക്ക് തരൂല. നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ ഉഷാറാണ് അല്ലെ. പള്ളിന്റെ ഒരു പിരിവുണ്ട് എന്ന് പറഞ്ഞാല് മൂപ്പര് വാരിക്കോരി എടുത്തു കൊടുക്കും. നാട്ടുകാരുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ മൂപ്പര് സജീവാണ്. പക്ഷെ പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ മൂപ്പര് തീരെ ശ്രദ്ധിക്കുന്നില്ല. ചോദിച്ചാൽ തന്നെ വല്ലാതെ പിശുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ തരും. ഈ 3 കുട്ടികളുടെ ഫീസ് ഞാൻ അടക്കണം, അവരെ സ്കൂൾ വണ്ടിന്റെ പൈസ ഞാൻ കൊടുക്കണം, പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഒരു മീനോ ഇറച്ചിയും വാങ്ങണമെങ്കിൽ അതിനുള്ള പൈസ ഞാൻ കണ്ടെത്തണം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഞാൻ എവിടുന്നാണ് ഉണ്ടാക്കുക? അപ്പൊ ആ സഹോദരിക്ക് അറിയേണ്ട കാര്യം, എന്റെ പുതിയാപ്പിള അറിയാതെ അവരുടെ പൈസ എനിക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എങ്കിൽ, അതാണ് യാഥാർത്ഥ്യമെങ്കിൽ, അവരറിയാതെ നിങ്ങൾക്ക് അവരുടെ പണം എടുക്കുന്നതിൽ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമുള്ള ചെലവിനുള്ള തുക എടുക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു ഫത്വയല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹിന്ദ് ബിൻത് ഉത്ബ റളിയല്ലാഹു അൻഹ വന്നു. അബൂ സുഫിയാന്റെ ഭാര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹ്. അബൂ സുഫിയാൻ ഒരു പിശുക്കനാണ്, എനിക്കും എന്റെ കുട്ടികൾക്കുള്ള ചെലവിനുള്ള തുക എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അബൂ സുഫിയാൻ അറിയാതെ എനിക്ക് അബൂ സുഫിയാന്റെ പൈസ എടുക്കാൻ പറ്റുമോ? അതാണ് ഹിന്ദിനെ അറിയേണ്ടത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാന്യമായ നിലക്ക് നിനക്കും നിന്റെ കുട്ടികൾക്കും ജീവിക്കാനുള്ള തുക അബൂ സുഫിയാൻ അറിയാതെ തന്നെ നിനക്ക് എന്ത് ചെയ്യാം, എടുക്കാന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് കുടുംബമായിട്ട് കഴിയുമ്പോൾ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. ഭർത്താവ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ, ഭാര്യ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളും അവര് മര്യാദക്ക് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ കുടുംബം നല്ല നിലക്ക് മുന്നോട്ട് പോകൂല. ഓരോരുത്തരെയും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. മര്യാദക്ക് അത് കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോ വിവാഹത്തെ പറ്റിയിട്ട് പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞത്, ആ കരാറ് മീസാഖൻ ഗലീദ, നല്ല ബലമുള്ള, നല്ല കനമുള്ള, ശക്തമായ ഒരു കരാറാണെന്നാ പറഞ്ഞത്. ആ കരാറ് നമ്മൾ ഏറ്റെടുത്തു. എന്നിട്ട് ആ കരാറിൽ നമ്മൾ വഞ്ചന കാണിക്കുന്നു എങ്കിൽ മുനാഫിക്കിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓന് വിശ്വസിച്ചാൽ ഓൻ ചതിക്കും, വാക്ക് പറഞ്ഞാൽ ഓനത് ലംഘിക്കും. ആ മുനാഫിക്കുകളുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകാൻ പാടില്ല. ശരിക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിൽ കൂലിയുണ്ട് എന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ പുരയ്ക്ക് വൈകുന്നേരം തിരിച്ചു പോകുമ്പോ ഒരു 100 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് പോകുമ്പോ ഇതിനെനിക്ക് കൂലിയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പുണ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ, ഒരാള് അടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, ഒരു മിസ്കീന് വേണ്ടിയിട്ട് ഒരാള് ഒരു ദീനാർ ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ ഒരു ദീനാറ് ചെലവഴിച്ചു. അഅ്ളമുഹ അജ്റ, ഈ പറഞ്ഞ ദീനാറുകളുടെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും കൂലിയുള്ളത് അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നീ ചെലവഴിച്ചിട്ടുള്ള ഒരു ദീനാറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് നമ്മളെ പുരയിലുള്ള ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കുമ്പോ, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുമ്പോ അതിന് കൂലിയുണ്ട്. നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോ ഫീസ് കൊടുക്കുമ്പോ അതിന് കൂലിയുണ്ട്. നമ്മളെ നിയ്യത്ത് നല്ലതാണ് എങ്കിൽ അതിനൊക്കെ പ്രതിഫലമുണ്ട് എന്ന് ചിന്തിച്ചിട്ട് അത് ചെയ്യുന്ന എത്ര ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകും.
അപ്പൊ അത് അതിന്റെ ഒരു മഹത്വവും വലിപ്പവും അറിയാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിലൊക്കെ നമ്മൾ വല്ലാതെ പിശിക്കുന്നത്. അപ്പൊ ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണണം. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ അടുക്കൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അത് പിന്നെ എവിടുന്നാ കിട്ടുക? നമ്മളെ അടുത്ത് നിന്ന് കിട്ടേണ്ട സന്തോഷവും സമാധാനവും ഒരു പെണ്ണിന് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ഓളത് ആരെടുത്തുനിന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? രണ്ട് ഹദീസുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഹദീസ് പുതിയാപ്പളാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ. ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അവരുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവരാണ്. ഇതാണ് ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസ് പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്ലുഹു ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ പറ്റൂല. വലൗ സലഹ ലിബശരിൻ അൻ യസ്ജുദ ലിബശരിൻ. ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വേറൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഒരു പെണ്ണിനോട് ഓളെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പരസ്പരം അറിഞ്ഞ് ഓരോരുത്തർക്കും ഇസ്ലാം നൽകിയ സ്ഥാനം എന്താണ്, വില എന്താണെന്ന് മനസ്സിലാക്കി ആദരിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കണക്ഷന്റെ ആഴെത്രയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഒരാൾ മരിച്ചു, അയാളെ മയ്യിത്ത് കുളിപ്പിക്കാൻ, ഒരു പുരുഷനാണ് മരിച്ചത് എങ്കിൽ അയാളുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. ഒന്ന് അടിമ സ്ത്രീയാണ്, അത് വേറെ. രണ്ടാമത്തത് അയാളുടെ ജീവിത പങ്കാളിയാണ്, ഭാര്യയാണ്. ഭാര്യക്കല്ലാതെ വേറൊരു പെണ്ണിന് അയാളുടെ മയ്യിത്ത് കുളിപ്പിക്കാൻ പറ്റൂല. ഉമ്മാക്ക് പോലും കുളിപ്പിക്കാൻ പറ്റൂല. ഒരു പെണ്ണ് മരിച്ചു, ആ പെണ്ണിന്റെ മയ്യിത്ത് കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരു പുരുഷൻ ആ പെണ്ണിന്റെ ഭർത്താവാണ്. ബാപ്പാക്ക് കുളിപ്പിക്കാൻ അനുവാദമില്ല, മക്കൾക്ക് കുളിപ്പിക്കാൻ അനുവാദമില്ല. ആണുങ്ങളുടെ കൂട്ടത്തിൽ ആ പെണ്ണിനെ കുളിപ്പിക്കാൻ അനുവാദമുള്ള ഒരേ ഒരാള് ഭർത്താവ് മാത്രമാണ്. അപ്പൊ അതാണ് ഒരു ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാലുള്ള കണക്ഷൻ. അപ്പൊ അവരെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല, അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ പോകുന്നവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട അവകാശങ്ങളും ബാധ്യതകളും കടമകളും മര്യാദക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അല്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിരല് കടിക്കേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. അവിടെ നിന്ന് സങ്കടപ്പെട്ടതുകൊണ്ടും ദുഃഖിച്ചതുകൊണ്ടും കാര്യമില്ല. ഇവിടെ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.